കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന എറണാകുളം ജില്ലയിലെ ആലുവയിൽ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് 400 മീറ്റർ മാത്രം ദൂരത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് ന്യൂ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലക്ഷൂറിയസ് വീടിന്റെയും വില്ല കമ്മ്യൂണിറ്റിയുടെയും വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. 24/7 സെക്യൂരിറ്റി സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റി ലക്ഷൂറിയസ് ആയിട്ടുള്ള 21ഓളം വീടുകളാണ് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ 6ഓളം വീടുകൾ ഇതിനോടകം സോൾഡ് ഔട്ടായി കഴിഞ്ഞിട്ടുണ്ട്. 3.5 സെന്റ് മുതൽ 8.200 സെന്റിൽ വരെ 1650 സ്ക്വയർ ഫീറ്റ് മുതൽ 3700 സ്ക്വയർ ഫീറ്റ് വരെ 3 BHK 4 BHK വീടുകളാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടു. ഒരു ബ്രാൻഡ് ന്യൂ വില്ല കമ്മ്യൂണിറ്റിക്ക് വേണ്ട എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കോമൺ അമ്യൂണിറ്റികളും ഉൾപ്പെടുത്തിയാണ് ഈ ഗംഭീര വില്ല കമ്മ്യൂണിറ്റി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 5 മീറ്ററോളം വീതി ലഭിക്കുന്ന വലിയൊരു വഴിയാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയുടെ ആദ്യാവസാനം നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. ക്ലബ് ഹൗസ്, ജിംനേഷ്യം, സ്വിമ്മിംഗ് പൂൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കിഡ്സ് പ്ലേ ഏരിയ, സെക്യൂരിറ്റി സർവൈലൻസ്, 24/7 സെക്യൂരിറ്റി സൗകര്യം, വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റി, സൈക്കിൾ ട്രാക്ക് തുടങ്ങി നിരവധി കോമൺ അമ്യൂണിറ്റി ഏരിയകളാണ് നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ലഭിക്കുന്നത്. 5 മീറ്ററോളം വീതി വരുന്ന വിശാലമായിട്ടുള്ള ഒരു വലിയ ടൈൽ റോഡാണ് നമുക്ക് ഇന്റേണൽ റോഡായി ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീടുകളും പൂർണ്ണമായും വാസ്തുവിധി പ്രകാരമാണ് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് 4 BHK ബാത്ത് അറ്റാച്ച്ഡ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 സെന്റിൽ 3100 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 1 സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും 1 കോമൺ ബാത്റൂമും അടങ്ങുന്നതാണ് ഈ ലക്ഷൂറിയസ് വീട്. ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ലക്ഷൂറിയസ് ഇരട്ട എലിവേഷനാണ് നമുക്ക് ഈ ഗംഭീര വീടിന് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ വീടിന് മുൻഭാഗത്തായി ഏകദേശം 3ഓളം ലക്ഷൂറിയസ് ആയിട്ടുള്ള വലിയ വാഹനങ്ങൾ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചും നമുക്ക് ഈ വീടിന് മുൻപിൽ കാണുവാനായി കഴിയും. മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ രണ്ടാമത്തെ എലിവേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭംഗിയാർന്ന നിരവധി ഗ്ലാസ് പാർട്ടീഷനുകളാണ് ഈ വീടിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. 2018ലെയും 2019ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു ലക്ഷൂറിയസ് വില്ല കമ്മ്യൂണിറ്റിക്ക് അകത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും 400 മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് 3 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 12 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 15 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ എല്ലാ വീടുകളിലും കുടിവെള്ള സ്രോതസ്സായിട്ട് പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. കൊല്ലത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലലഭ്യതയുള്ള ഒരു പ്രദേശത്താണ് ഈ ഗംഭീര ലക്ഷറിയസ് വില്ല കമ്മ്യൂണിറ്റി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, IT പ്രൊഫഷണൽസ്, അഡ്വക്കേറ്റ്സ് തുടങ്ങി ജീവിതത്തിന്റെ നാനാതുറകളിലുമുള്ള അയൽപ്പക്കമാണ് നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയുടെ ഒരു വീട് സ്വന്തമാക്കുന്നതിലൂടെ ലഭിക്കുന്നത്. പൂർണ്ണമായും തേക്കിലും മഹാഗണിയുമാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ എല്ലാ വീടുകൾക്കും മര ഉരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഭംഗിയാർന്ന ടെക്സ്ചർ വർക്കുകളും നാച്ചുറൽ സ്റ്റോണുകളുമാണ് വീടിന്റെ മുൻഭാഗത്തായി പതിപ്പിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ കൂടുതൽ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. ഗ്രാനൈറ്റ് പാകിയ ഭംഗിയുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. വീടിന്റെ മെയിൻ എലിവേഷൻ ദർശനം ലഭിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം ലഭിക്കുന്നത് വടക്കു ഭാഗത്തേക്കുമാണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റിൽ പൂർത്തീകരിച്ചിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. ഈ വീട്ടിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു ഭാഗമായി നമുക്ക് ഇതിനെ അടയാളപ്പെടുത്തുവാനായി കഴിയും. ധാരാളം ഗ്ലാസ് പാർട്ടീഷനുകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പ്രകാശം സുലഭമായി നമുക്ക് ഈ വീടിന് അകത്ത് ലഭിക്കുന്നുണ്ട്.
ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. ഈ ഭാഗവും ഗ്ലാസ് പാർട്ടീഷനുകൾ കൊണ്ട് തന്നെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ് പാർട്ടീഷൻ തുറന്നാൽ നമുക്ക് നേരെ വീടിന് പുറത്തേക്കിറങ്ങുന്നതിനുള്ള സൗകര്യവും ലഭ്യമാണ്. ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. ഗ്ലാസ് പാർട്ടീഷനോട് ഗ്ലാസ് വിൻഡോകളാണ് നമുക്ക് ഈ ഭാഗത്ത് പാഷിയോക്കായി നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തിനും തൊട്ടുമുന്നോടിയായി ഈ വീട്ടിൽ കോമൺ ആയി നൽകപ്പെട്ടിരിക്കുന്ന ഒരു ബാത്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി തന്നെയാണ് വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നത്. ജാഗ്വാർ തന്നെയാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ എല്ലാ വീടുകളുടെയും സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിച്ചണിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ മൾട്ടിവുഡിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. കിച്ചൺ ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിക്കുന്നത് കിച്ചണിനോട് തൊട്ടുചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം വിശാലമായി തന്നെയാണ് ഈ കിച്ചൺ വർക്ക് ഏരിയ സ്പേസും പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് പ്രവേശിക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. 16 അടി നീളവും 14 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള മനോഹരമായിട്ടുള്ള വാർഡ്രോബ് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയും. അൾജീരിയൻ ടൈപ്പിലുള്ള വിൻഡോകളാണ് നമുക്ക് ഈ വീടുകളിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇനി വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനോളം തന്നെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും ലഭ്യമാക്കിയിരിക്കുന്നത്. 14 അടി നീളവും 12 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബ് തന്നെ ഗ്ലാസ് വർക്കുകൾ എല്ലാം നൽകി നമുക്ക് ഈ ബെഡ്റൂമിൽ ലഭ്യമാക്കിയിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. മനോഹരമായിട്ടുള്ള ഒരു വുഡൻ ഫിനിഷിലുള്ള സ്റ്റെയർ കേസാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് അനുഭവമാണ് ഈ സ്റ്റെയറിലൂടെ നമ്മൾ നേരെ പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്നത്. കൈവരികൾക്കായി വുഡൻ പാനലിങ്ങും അതിനു താഴെ ടഫൻ ഗ്ലാസും നൽകപ്പെട്ടിരിക്കുന്നു. വലിയൊരു ജനാല ഈ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നു. സ്റ്റെയറിലൂടെ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. വളരെ തുറസായ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഭാഗവും അനുഭവഭേദ്യമാവുക. മനോഹരമായിട്ടുള്ള ഗ്ലാസ് പാർട്ടീഷനുകൾ എമ്പാടും ഈ വീടിൻ്റെ അഴക് വർദ്ധിപ്പിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഷാൻലിയറിൻ്റെ ഒരു ഗംഭീര സമീപ ദൃശ്യമാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി ഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതീതി ഒന്ന് വേറെ തന്നെയാണ്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തേതും വീട്ടിലെ 3ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലേത് സമാനമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂം സൈസ് വരുന്നത് 16 അടി നീളവും 14 അടി വീതിയിലുമാണ്. ഗ്ലാസ് പാർട്ടീഷനുകളും അൾജീരിയൻ മിക്സ് ജനാലകളും നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയ വാർഡ്രോബുകൾ തന്നെ മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയൊരു ഗ്ലാസ് പാർട്ടീഷൻ ബാൽക്കണി കൂടി നമുക്ക് ഈ വീട്ടിൽ ബിൽഡർ ഒരുക്കി നൽകിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ 4ാമത്തേതും ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനോട് സമാനമായി തന്നെയാണ് ഈ ബെഡ്റൂമും നൽകപ്പെട്ടിരിക്കുന്നത്. ഗ്ലാസ് വർക്കുകളോട് കൂടിയിട്ടുള്ള വിശാലമായിട്ടുള്ള മൾട്ടിവുഡിൽ തീർത്ത വാർഡ്രോബുകൾ നമുക്ക് ഈ ബെഡ്റൂമിലും കാണുവാനായി കഴിയും. അൾജീരിയൻ മിക്സിലുള്ള ജനാലകൾ ഈ വീട്ടിലെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയുമാണ്. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ സ്റ്റഡി റൂമിലേക്കാണ്. വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റഡി ഓഫീസ് റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തിനോട് തൊട്ടുചേർന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഭാഗവും പൂർത്തീകരിച്ചിരിക്കുന്നു. 6 സെന്റിൽ
3100 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 1,69,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. ഈ ഗംഭീര വില്ല കമ്മ്യൂണിറ്റിയിൽ ഈ വീട് കൂടാതെ മറ്റനേകം വീടുകളും താങ്കൾക്കായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് ഉൾപ്പെടെ ഏത് വീടിനും 90% ബാങ്ക് ലോൺ സൗകര്യവും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ്. ഈ ലക്ഷൂറിയസ് ആയിട്ടുള്ള വില്ല കമ്മ്യൂണിറ്റിയും വീടും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.